ഗുഡ് മോർണിംഗ് ഓൾ. സോ നമ്മളുടെ പ്രീവിയസ് ക്ലാസ്സസിൽ നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്ത പോർഷൻ നിങ്ങളുടെ പൊളിറ്റിക്കൽ ഡൈനാമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അതിൽ മെയിനായിട്ടുള്ള കോൺസെപ്റ്റ് ഇന്ത്യൻ ഫെഡറലിസം, അതുപോലെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ യൂണിറ്ററി ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് എന്താണ്, സർക്കാരിയ കമ്മീഷൻ എന്താണ്, അതുപോലെ ഫെഡറലിസത്തിൻ്റെ ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളുടെ സെക്കൻഡ് ചാപ്റ്ററാണ് ഇന്ന് തൊട്ട് തുടങ്ങാൻ പോകുന്നത്. സോ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യേണ്ട പോർഷൻസ് അല്ലെങ്കിൽ കോൺസെപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ മെയിൻലി ഈ ചാപ്റ്ററിൽ പഞ്ചായത്തി രാജ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. സോ അതിൽ പഞ്ചായത്തി രാജ് സിസ്റ്റം എന്താണ്, ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഇറ്റ്സ് എഫക്ട്സുകൾ എന്തൊക്കെയാണ്, അത് കേരളത്തിൽ എസ്പെഷ്യലി കേരളത്തിൽ എങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്, പിന്നെ 73rd ആൻഡ് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നതെന്നുള്ളത്, പിന്നെ പീപ്പിൾസ് പ്ലാനിംഗ് പ്രോഗ്രാം എന്തൊക്കെയാണ്, പിന്നെ ഇമ്പാക്ട്സ് ഓഫ് റിസർവേഷൻ ഇൻ പഞ്ചായത്തി രാജ് സിസ്റ്റം എന്നുള്ള 4 തരത്തിൽ നമുക്കതിനെ ഡിവൈഡ് ചെയ്തിട്ട് വേണമെങ്കിൽ പറയാം. അതായത് ആദ്യത്തെ പോർഷനിൽ പഞ്ചായത്തി രാജ് സിസ്റ്റം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും, അതുപോലെ അത് എങ്ങനെയാണ് കേരളത്തിൽ അതിൻ്റെ എഫക്റ്റുകൾ അല്ലെങ്കിൽ ഇമ്പാക്റ്റുകൾ ഉണ്ടായിട്ടുള്ളതെന്നും വെച്ചിട്ട് നമുക്ക് അത് പറയാം. പിന്നെ രണ്ടാമത്തേൽ പറയുകയാണെങ്കിൽ 73rd 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് എന്താണെന്നുള്ളത് അത് പറയാം. മൂന്നാമത്തെ പോർഷനിൽ പീപ്പിൾസ് പ്ലാനിംഗ് പ്രോഗ്രാം എന്താണെന്നുള്ളതും, നാലാമത്തേതിൽ ഇമ്പാക്ട്സ് ഓഫ് റിസർവേഷൻ ഇൻ പഞ്ചായത്തി രാജ് സിസ്റ്റം, പഞ്ചായത്തി രാജ് സിസ്റ്റത്തിലെ റിസർവേഷൻ കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നാലാമത്തെ പോർഷൻ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ബേസിക്കലി ഫസ്റ്റ് പോർഷനായിട്ടുള്ള പഞ്ചായത്തി രാജ് സിസ്റ്റം അതെന്താണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് നോക്കാം. സോ നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യത്തിനെ പറയുമ്പം അതിൽ ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട്, വില്ലേജ് എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നേഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സവിശേഷതയാണ്. അങ്ങനെ തന്നെ നോക്കുമ്പോൾ ഇന്ത്യ ഹാസ് ബീൻ നോൺ ടു ബി ദ ലാൻഡ് ഓഫ് വില്ലേജസ് എന്നാണ് പറയുക. ഇന്ത്യ അറിയപ്പെടുന്നത് തന്നെ വില്ലേജസിൻ്റെ, ഗ്രാമങ്ങളുടെ നാട് എന്ന് പറഞ്ഞിട്ടാണ് മറ്റുള്ളവർക്ക് തന്നെ അറിയപ്പെടുന്നത്. അതായത് മെജോറിറ്റി ഓഫ് ദ നമ്മളിപ്പം കണക്കുകളൊക്കെ എടുക്കുമ്പം ആദ്യത്തെ കണക്ക്, അതായത് കുറച്ച് കാലം 1947 ടൈമിലൊക്കെ ഉള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ അബൌട്ട് 75% ഓഫ് പീപ്പിൾ ആർ ഡിപ്പെൻഡൻ്റ് അപ്പോൺ അഗ്രികൾച്ചർ എന്നാണ്. അതായത് അഗ്രികൾച്ചറൽ ഫീൽഡിലുള്ള ആൾക്കാരാണ് നമ്മളുടെ 75% ഓഫ് പോപ്പുലേഷൻ. സോ അവരൊക്കെ ഗ്രാമങ്ങളിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യനെ ഒരു ഗ്രാമങ്ങളുടെ നാട് എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നത്. പിന്നെ പറയുന്നത് ഇറ്റ് ഈസ് വൈഡ്ലി അക്സെപ്റ്റഡ് ദാറ്റ് സെൽഫ് ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറ്റ് ദ ലോക്കൽ ഓർ വില്ലേജ് ലെവൽ ആർ എസെൻഷ്യൽ ഫോർ നാഷണൽ ഗ്രോത്ത് ആൻഡ് ഫോർ എഫക്റ്റീവ് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ. അതായത് ഈ പറഞ്ഞ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഒരു നേഷൻ്റെ ഗ്രോത്തിനും അതുപോലെ അവിടുത്തെ ആൾക്കാരുടെ പാർട്ടിസിപ്പേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളതാണ്. പിന്നെ ഇതിൽ പറയുന്നത് ലോക്കൽ ഗവൺമെൻറ്റ്സ് ആർ ആൻ ഇൻ്റഗ്രൽ ആൻഡ് ഇൻഡിസ്പെൻസിബിൾ പാർട്ട് ഓഫ് ദ ഡെമോക്രാറ്റിക് പ്രോസസ്സ്. ഒരു ജനാധിപത്യ രീതിയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഗവൺമെൻറ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫോമാണ് ഈ പറഞ്ഞ ലോക്കൽ ഗവൺമെൻറ് അല്ലെങ്കിൽ പഞ്ചായത്തി രാജ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇറ്റ് കോൾഡ് ആസ് ഗ്രാസ് റൂട്ട്സ് ഓഫ് ഡെമോക്രസി എന്ന് വേണമെങ്കിലും ഇതിനെ പറയാം. ഒരു ജനാധിപത്യത്തിനെ നമ്മൾ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളൊരു ഗ്രാസ് റൂട്ട് ലെവലായിട്ട് ഈ പറഞ്ഞ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെൻറ്റിനെ പറയാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഈ പറഞ്ഞ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നത് ത്രൂ സ്മാൾ യൂണിറ്റ്സ് ആണ്. അതായത് ചെറിയ ചെറിയ യൂണിറ്റ്സ് ആയിട്ടാണ് ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വില്ലേജ് ലെവൽ, ബ്ലോക്ക് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്മോൾ ലെവലിലാണിത് വർക്ക് ചെയ്യുന്നത്. അതിലൂടെ ഇറ്റ് എനേബിൾസ് പീപ്പിൾ ടു ഫീൽ എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ആ വഴികളിലൂടെ ആൾക്കാർക്ക് എന്തു തോന്നും, ഒരു റെസ്പോൺസിബിൾ ഫീൽ, ഞങ്ങൾക്കും ഞങ്ങളുടെ സ്റ്റേറ്റിൻ്റെ ഗവേണിംഗ് പവറിൽ അധികാരമല്ലെങ്കിൽ അതിൽ ഞങ്ങളും അറിയുന്നുണ്ട്. ഒരു ട്രാൻസ്പെറൻ്റ് ആണ് എല്ലാം. ഗവൺമെൻറ് എന്താണ് നമുക്ക് ചെയ്യുന്നതെന്നുള്ളതിൽ ഒരു ട്രാൻസ്പെറൻ്റ് ആണ് ഈ പറഞ്ഞ ട്രാൻസ്പെറൻസി കാണിക്കുക എന്നുള്ളതാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ചെയ്യുന്നത്.
In a vast country like India, democratic decentralization is both a political and administrative necessity. നമ്മളുടെ കൺട്രി എന്ന് പറയുമ്പം ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് പോപ്പുലേഷനിൽ സെക്കൻഡ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി ആയിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ വാസ്റ്റായിട്ടുള്ളൊരു കൺട്രിയാണ് നമ്മളുടെ. അപ്പം ഈ പറഞ്ഞ ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് പൊളിറ്റിക്കൽ ബേസിലും അത് നീഡഡാണ്. അറ്റ് ദ സെയിം ടൈം അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിലും അത് നീഡാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റേറ്റിന് മൊത്തമായിട്ടുള്ള, അതായത് ഇപ്പോൾ 29 സ്റ്റേറ്റുകളുണ്ട്, ആ 29 സ്റ്റേറ്റിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ഡിവൈഡ് ചെയ്ത് വെച്ചപ്പം അത് സ്മൂത്തായിട്ട് നടക്കാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ അത് പോസിബിളായിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. സെൽഫ് ഗവേണിംഗ് റൂറൽ ലോക്കൽ ബോഡീസ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. അതായത് നമ്മളുടെ ലോക്കൽ ബോഡീസിനെ, ഇപ്പോൾ ഈ പഞ്ചായത്ത് തലത്തിലുള്ളതും ഡിസ്ട്രിക്ട് തലത്തിലുള്ളതിനൊക്കെ കോമൺ ആയിട്ട് നമ്മൾ പേര് പറയുന്നെങ്കിൽ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയും. ജനാധിപത്യപരമായിട്ടുള്ള വികേന്ദ്രീകരണം അങ്ങനെയാണെന്ന് തോന്നുന്നു മലയാളം. അതുപോലെ പഞ്ചായത്തി രാജ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനറിയപ്പെടുന്നു. അതായത് 3 പേരുകളാണ് ഇപ്പോൾ ഇതിന് കറക്റ്റായിട്ട്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറയാം, അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെൻറ് എന്ന് പറയാം, ഓർ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയാം, ഓർ പഞ്ചായത്തി രാജ് സിസ്റ്റം എന്നും പറയാം. അത് പിന്നെ വേണമെങ്കിൽ 73rd and 74th അമെൻമെൻറ്റ് ബേസിലുള്ളതെന്നും അങ്ങനെ വേണമെങ്കിലും അതിനെ ഡിനോട്ട് ചെയ്യാം. സോ നമുക്കിനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതായത് പഞ്ചായത്തി രാജ് സിസ്റ്റത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. The Indian Constitution enforced on January 26, 1950 gave constitutional importance to local self-government by including it in the state list in the 7th schedule. അതായത് നമ്മളുടെ 1950 ജനുവരി 26 റിപ്പബ്ലിക് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന. ആ ഡേയിൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെട്ടിട്ടുണ്ട്. സോ ആ സമയത്ത് തന്നെ ഈ പറഞ്ഞ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് എംഫസൈസ്, അതിനുള്ള ഇമ്പോർട്ടൻസ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് 7th ഷെഡ്യൂളിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ പറയുന്നത് ഓൾസോ ആർട്ടിക്കിൾ 40 ഓഫ് ദ ചാപ്റ്റർ ഇൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിലെ ആർട്ടിക്കിൾ 40 ഈ പറഞ്ഞ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലുള്ളത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഇൻ 1952. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് 1952 അതുപോലെ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് ഇൻ 1953. നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്ന് പറഞ്ഞിട്ട് 1953 ഈ പറഞ്ഞ എന്താ പറയുക ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഇംപ്രൂവ്മെൻറ്റിന് ഈ 2 തരത്തിലുള്ള പ്രോഗ്രാമുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ കുറച്ചും കൂടി ഗവൺമെൻറ്റിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ 2 തരത്തിലുള്ള പ്രോഗ്രാമുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1952 കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, 1953 നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഉള്ളത് ബട്ട് ദീസ് പ്രോഗ്രാംസ് ഡിഡ് നോട്ട് സക്സീഡ്. പക്ഷേ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമോ അല്ലെങ്കിൽ ഈ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസോ അത്ര അങ്ങോട്ട് എഫക്റ്റീവായിട്ടില്ല. അത് ഫെയിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എന്ത് ചെയ്തു, 1957 ഒരു കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തു. ആ കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലെങ്കിൽ അത് ഹെഡ് ചെയ്തിട്ടുള്ള ആൾ ബൽവന്ത് റായ് മെഹ്ത്ത എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു. സോ ആ കമ്മിറ്റി അല്ലെങ്കിൽ ആ ഒരു കമ്മീഷൻ രൂപപ്പെട്ടിട്ടുള്ളത് 1957 ജനുവരിയിലാണ്. അവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ടു എക്സാമിൻ ദ ക്വസ്റ്റ്യൻസ് ഓഫ് റീഓർഗനൈസേഷൻ ഓഫ് ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. ഈ പറഞ്ഞ ജില്ലാ തലത്തിലുള്ള അഡ്മിനിസ്ട്രേഷനൊക്കെ തന്നെ റീഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിനായിട്ടുള്ള ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ ദ കമ്മിറ്റി സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ 1958. 1958 കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ത്രൂവിൽ അവർ 4 റെക്കമെൻഡേഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ രീതിയിൽ നമുക്ക് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ള 4 റെക്കമെൻഡേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ എ സ്കീം ഓഫ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ വിത്ത് 3 ടയർ ലെവൽ എന്നുള്ള 3 ടയർ ലെവലിൽ ഈ പറഞ്ഞ ജനാധിപത്യ
ബോധവൽക്കരണം നടത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ 3 ടയർ എന്താണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. വില്ലേജ് ലെവൽ, ബ്ലോക്ക് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 3 ടയർ സിസ്റ്റം ആക്കണം എന്നാണ് ആദ്യത്തെ റെക്കമെൻഡേഷൻ. രണ്ടാമത്തെ റെക്കമെൻഡേഷൻ ട്രാൻസ്ഫർ പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു ദ ലോക്കൽ ഗവൺമെൻറ്റ്സ്, അതായത് അധികാരങ്ങളും അതുപോലെ ചുമതലകളും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് കൊടുക്കാനായിട്ട് നിർദ്ദേശിച്ചു. മൂന്നാമത്തത് അഡക്വേറ്റ് റിസോഴ്സസ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു ലോക്കൽ ബോഡീസ്, അവർക്ക് വേണ്ട വിഭവങ്ങൾ, റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ വിഭവങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും ഈ പറഞ്ഞ കമ്മീഷൻ അല്ലെങ്കിൽ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. നാലാമത്തത് ഓൾ പ്രോഗ്രാംസ് ഓഫ് സോഷ്യൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഷുഡ് ബി ഫോമുലേറ്റഡ് ത്രൂ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് സോഷ്യലും എക്കണോമിക്കുമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സൊക്കെ ഈ പറഞ്ഞ ഈ 3 ടയർ സിസ്റ്റം ഉണ്ടല്ലോ അവരുടെ നിർദ്ദേശപ്രകാരം വേണം ചെയ്യാൻ എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ കൂടി ഈ പറഞ്ഞ ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ രാജസ്ഥാൻ ആൻഡ് ആന്ധ്രാപ്രദേശ് ആയിരുന്നു were the first states to adopt പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ 1959. 1959 രാജസ്ഥാനും അതുപോലെ ആന്ധ്രാപ്രദേശും ആയിരുന്നു ഈ പറഞ്ഞ പഞ്ചായത്തി രാജ് സിസ്റ്റം ഫസ്റ്റായിട്ട് ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവരും ഫെയിലിയറായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അതിന് പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്. കാരണം ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെ ചില കമ്മീഷൻസ് അല്ലെങ്കിൽ ചില പ്ലാനുകൾ സക്സസ് ആവാറുണ്ട്. സോ അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ഒന്നെങ്കിൽ അവരുടെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ആക്ട് കൊണ്ടായിരിക്കാം അത് അത്ര സക്സസ്ഫുള്ളായിട്ട് ആ സ്റ്റേറ്റുകളിലൊന്നും നടന്നിട്ടില്ല. അതായത് ആദ്യമായിട്ട് രാജസ്ഥാനിലും അതുപോലെ ആന്ധ്രാപ്രദേശിലുമാണ് 1959 ഈ പറഞ്ഞ പഞ്ചായത്തി രാജ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളതെങ്കിൽ കൂടി അതിന് ശേഷം വേറെ സ്റ്റേറ്റുകൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ സ്റ്റേറ്റുകളിൽ അത് ഫെയിലിയറായിട്ടാണ് നിലനിന്നിട്ടുള്ളത്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, അതായത് ഇങ്ങനെയുള്ളൊരു ഫെയിലിയർ ആയിട്ടുള്ളൊരു കോണ്ടെക്സ്റ്റിൽ ജനതാ പാർട്ടി, അന്നത്തെ 1977 ജനതാ പാർട്ടിയായിരുന്നു നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്നത്. അവരെന്ത് ചെയ്തു, അശോക് മെഹ്ത്ത എന്ന് പറഞ്ഞ ആളുടെ കീഴിലുള്ള ഒരു കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്തു 1977 തന്നെ. അതുപ്രകാരം അവർ കുറച്ച് റെമഡിയൽ മെഷേഴ്സും അതുപോലെ എന്തൊക്കെ റെക്കമെൻഡേഷൻസും വേണം എന്നുള്ളത് സജസ്റ്റും ചെയ്തിട്ടുണ്ട്. The committee submitted its report containing 132 recommendations in August 1978. 1978 ഓഗസ്റ്റിൽ 132 റെക്കമെൻഡേഷൻസ് അടങ്ങുന്ന ഒരു റിപ്പോർട്ട് ഈ പറഞ്ഞ അശോക് മെഹ്ത്ത കമ്മിറ്റി സബ്മിറ്റ് ചെയ്യുകയുണ്ടായിരുന്നത്. അതിൻ്റെ ബേസിൽ എന്താ പറയുക, ഒരു മോഡൽ ബില്ല് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ ആ സമയത്തിൽ ജനതാ ഗവൺമെൻറ് അവരുടെ ആ ഒരു ഗവൺമെൻറ്റിൻ്റെ സക്സസ് അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് ആ 1977 പകുതി ആയപ്പോഴേക്കും എൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡൽ ബില്ല് സക്സസ് അല്ലെങ്കിൽ അതിനൊരു പ്രോഗ്രസ് ഉണ്ടാവാനുള്ള ചാൻസസ് റെയറായിരുന്നു. പിന്നെ സിൻസ് ദ മിഡിൽ ഓഫ് 1980s there has been a growing interest within the union government and the several state government. 1980s ആയപ്പോഴേക്കും 1980s മിഡിൽ ആയപ്പോഴേക്കും നമ്മളുടെ യൂണിയൻ ഗവൺമെൻറ്റും അതുപോലെ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഇങ്ങനെയുള്ളൊരു പഞ്ചായത്ത് രാജ് സിസ്റ്റം ഒന്നും കൂടെ കൊണ്ടുവന്നാൽ എന്താണെന്നുള്ളൊരു ചിന്ത വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്ലാനിംഗ് കമ്മീഷനും ഇത് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതായത് പഞ്ചായത്ത് രാജ് സിസ്റ്റം വെരി നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പ്രോപ്പറായിട്ട് നമ്മളുടെ ഗവൺമെൻറ് വർക്ക് ചെയ്യണമെങ്കിൽ വി നീഡ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. അതർവൈസ് നമ്മളെപ്പോഴും സെൻട്രൽ ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് ചോദിക്കേണ്ട ഒരവസ്ഥ വരും എന്നുള്ളത് കൊണ്ട് തന്നെ പ്ലാനിംഗ് കമ്മീഷനും അതിനെ എംഫസൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാനിംഗ് കമ്മീഷൻ ഐ ഗെസ് 5th പ്ലാനിംഗ് കമ്മീഷനിലെങ്ങാണ്ട് ഈ പറഞ്ഞ ഇതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിവുകൾ. റെക്കോർഡഡ് ആയിട്ടുള്ള ഇതില്ല, പക്ഷേ സംവേർ ഞാൻ കേട്ടിട്ടുള്ളതാണ്. പിന്നെയുള്ളത് വൺ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് taken by the union government in 1984 was that the PM wrote to chief ministers of
state government to take appropriate steps and action to conduct election for the Panchayati Raj institution. അതായത് 1984 അതായത് നമ്മളെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ആക്റ്റീവായിട്ടുള്ളൊരു സ്റ്റെപ്പ് ആ സമയത്ത് എടുത്ത്. അതെന്താണെന്ന് വെച്ചാൽ എല്ലാ സ്റ്റേറ്റിലെയും ചീഫ് മിനിസ്റ്റേഴ്സിന് PM കത്തെഴുതിയെന്ന് വെച്ചാൽ അതിൻ്റെ ഫുൾ അല്ലെങ്കിൽ സമ്മറി എന്ന് പറഞ്ഞാൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലുള്ള എലക്ഷൻസ് ഒന്നും പോസ്റ്റ്പോൺ ചെയ്യരുത്, അതൊക്കെ ഓൺ ടൈമിൽ നടത്താൻ വേണ്ടിയിട്ട് ഒരു കത്ത് പ്രധാനമന്ത്രി 1984 എല്ലാ സ്റ്റേറ്റിലെയും ചീഫ് മിനിസ്റ്റേഴ്സിന് അയച്ചിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഈ പഞ്ചായത്തി രാജ് സിസ്റ്റത്തിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എടുത്തിട്ടുള്ളത് അവർ 1985 അതുപോലെ 1986 2 കമ്മിറ്റീസ് രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് GVR റാവോ എന്ന് പറഞ്ഞ ആളുടെ ചെയർമാൻഷിപ്പിലും അത് 1985. പിന്നൊന്നുള്ളത് 1986 LM സിംഗ്വി എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ചെയർമാൻഷിപ്പിൽ 2 കമ്മിറ്റീസ് ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയുന്നത് ദ യൂണിയൻ ഗവൺമെൻറ് ഓൾസോ കൺവീൻഡ് വർക്ക്ഷോപ്സ് ഓഫ് സീനിയർ അഡ്മിനിസ്ട്രേറ്റർ കൺസേൺഡ് വിത്ത് പഞ്ചായത്തി രാജ് അഫയേഴ്സ്. അതായത് പഞ്ചായത്തി രാജ് സിസ്റ്റത്തിനെ ഒന്നും കൂടെ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ അവരോട് വർക്ക്ഷോപ്പ്, ഇപ്പോൾ ശില്പശാല അല്ലെങ്കിൽ സെമിനാഴ്സ് കണ്ടക്ട് ചെയ്യാനും അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. പിന്നുള്ളത് ആസ് പെർ ദ കമ്മിറ്റി വ്യൂസ് ഗവൺമെൻറ് ഡിസൈഡഡ് ടു അമെൻഡ് പഞ്ചായത്തി രാജ് സിസ്റ്റം. ഈ പറഞ്ഞ 2 ഗവൺമെൻറ് ഉണ്ടല്ലോ, 1985 86 ഉള്ള GVR റാവോൻ്റെ കമ്മിറ്റിയും അതുപോലെ LM സിംഗ്വി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരം നമ്മളുടെ ഗവൺമെൻറ് എന്ത് തീരുമാനിച്ചിട്ടുണ്ട്, പഞ്ചായത്തി രാജ് സിസ്റ്റത്തിനെ കോൺസ്റ്റിറ്റ്യൂഷണലി കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചിട്ടത്. അതിൻ്റെ പ്രകാരമാണ് 1992 പാർലമെൻറ്റ് 22 ഡിസംബറിൽ 73rd and 74 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ളത്. അതിന് പക്ഷേ നമ്മളുടെ ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അത് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുള്ള വർഷം എന്ന് പറഞ്ഞാൽ 73rd അമെൻമെൻറ്റ് ആക്ട് 1993 അതുപോലെ 74th അമെൻമെൻറ്റ് ആക്ട് 1994 ഒന്ന് 73rd വില്ലേജിന് വേണ്ടിയിട്ടുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റും 74th മുനിസിപ്പാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതുമാണ്. പിന്നെ ഇതിൽ പറയുന്നത് മധ്യപ്രദേശ് ആദ്യത്തെ സ്റ്റേറ്റ് ഈ 73rd അമെൻമെൻറ്റ് പ്രകാരം ലോക്കൽ സെൽഫ് ഗവൺമെൻറ് തുടങ്ങിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്. ഇത്രയാണ് പഞ്ചായത്തി രാജ് സിസ്റ്റത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ. സോ ടുമോറോസ് ക്ലാസ് നമ്മൾ എങ്ങനെയാണ് പഞ്ചായത്തി രാജ് സിസ്റ്റം കേരളത്തിൽ വർക്ക് ചെയ്തതെന്നുള്ളത് നോക്കും.